ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് CNG, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂവൽ തന്നെയാണ്. അതായത് നമ്മുടെ പെട്രോൾ, ഡീസൽ ഒക്കെ പോലെ തന്നെ ഒരു ഗ്യാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ LPG വാഹനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വളരെ കുറവാണ് നമ്മൾ കേൾക്കുന്ന LPG വാഹനങ്ങൾ. ശരിക്കും LPG വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മുടെ നമ്മുടെ വീടുകളിൽ കത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്ന ഗ്യാസാണ് LPG എന്ന് പറയുന്നത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. പക്ഷേ അത് മാറി CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസാണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ CNGനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത് ഞാൻ കേട്ടൊരു ടെക്നോളജിയാണ് ICNG. കാരണം പലപ്പോഴും നമ്മൾ CNG വാഹനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ICNG എന്താണ്? എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻ്റലിജൻറ്റ് CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, നല്ലൊരു ടെക്നോളജിയാണ്. കാരണം ഇൻ്റലിജൻറ്റ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ ടാറ്റ ആണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നൊന്ന് കറക്റ്റ് ചെയ്യുക. ഞാനത് അറിഞ്ഞിരിക്കുന്നത്, അതായത് ട്വിൻ സിലിണ്ടർ CNGയും കൂടെ വന്നിട്ടുണ്ട്. അതായത് 2 സിലിണ്ടർ യൂസ് ചെയ്ത്, അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള CNG വാഹനങ്ങളുടെ എല്ലാം ടാങ്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര വലിയ ടാങ്ക് ആയിരിക്കും. അതായത് LPG എന്ന് പറഞ്ഞാൽ പോലും ചെറിയ ടാങ്ക് മതി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സിഗരറ്റ് ലൈറ്ററൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിഗരറ്റ് ലൈറ്ററിനകത്ത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്, LPG ആണ് വരുന്നത്. അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ആവും. പക്ഷേ CNGയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, അത് എത്ര കംപ്രസ് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഗ്യാസ് ഫോമിൽ തന്നെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് വലിയ ടാങ്ക് വേണ്ടി വരുന്നതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളാൻ വേണ്ടിയിട്ടാണ് വലിയ ടാങ്ക് വേണ്ടി വരുന്നത്. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതി കാരണം നമുക്ക് പലപ്പോഴും CNG വാഹനങ്ങളുടെ ഡിക്കി സ്പേസ്, അല്ലെങ്കിൽ ബൂട്ടിനകത്ത് സ്പേസ് ഒട്ടും തന്നെ നമുക്ക് കിട്ടുന്നില്ല. അതൊരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മാരുതിയുടെ വാഹനങ്ങൾക്കൊക്കെ നമുക്കറിയാം 30 കിലോമീറ്ററോളം നമുക്കൊരു CNGയിൽ നിന്ന് മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു CNGയുടെ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഡിക്കി സ്പേസ് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ടാങ്ക് തന്നെയാണ്. അതായത് ഒരു CNG ടാങ്കാണ്. പക്ഷേ അതിപ്പം ഞാൻ നോക്കിയപ്പോൾ ടാറ്റയിലോട്ട് വന്ന സമയത്ത് നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. ഇനി മുമ്പോട്ട് എന്തെങ്കിലും പ്രശ്നം വരുമില്ലെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെനേറിയോയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ് 2 ടാങ്ക് ആക്കി. അതായത് ചെറിയ 2 ടാങ്ക്, ഇപ്പം സിമിലർലി നമുക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു ഒറ്റ ടാങ്കിന് പകരം 2 ടാങ്ക് ആക്കി കഴിഞ്ഞപ്പോഴേക്കും ഡിക്കി സ്പേസ് അങ്ങോട്ട് ലെവലായി. നേരെ അതിൻ്റെ ഒരു പാഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇൻ്റലിജൻറ്റ് CNG എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഐഡ്ലിങ്ങിൽ സാധാരണ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ, സാധാരണ വാഹനങ്ങളല്ല CNG വാഹനങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പെട്രോൾ യൂസ് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരുമായിരിക്കും, പെട്രോൾ ഒട്ടുമില്ല CNG മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് CNG തന്നെ സാധാരണ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ CNG വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ICNG വരുന്ന സമയത്ത് അതിനകത്ത് ഡയറക്റ്റ് CNG തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്തുകൊണ്ട് CNG സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CNGക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ കമ്പാരിറ്റീവ്ലി പെട്രോളിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കത്താനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാറി ഇപ്പം CNG തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ അതിനകത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, ഈ നോർമലി നമ്മുടെ CNG വാഹനം വരുന്ന സമയത്ത് CNGക്ക് വേണ്ട ഒരു സെപ്പറേറ്റ് ECM, അതായത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് മൊഡ്യൂൾ, ഇതിന് വേണ്ടി മാത്രം ഒരു യൂണിറ്റ് കൺട്രോളിന് വെക്കുന്നുണ്ട്, പെട്രോളിന് വേണ്ട സെപ്പറേറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ടാറ്റയ്ക്ക് ഇപ്പം വന്നിരിക്കുന്ന വാഹനത്തിൽ രണ്ടിനും കൂടെ ഒരു യൂണിറ്റ് തന്നെ, അതായത് CNGക്കും പെട്രോളും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ECMലാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഇനി ബാക്കി നമുക്ക് മുമ്പിൽ വാഹനം ഇറങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയാൻ സാധിക്കും. ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കുറച്ച് ഡ്രൈവ് കഴിയട്ടെ, അതായത് കുറച്ച് കസ്റ്റമർ യൂസ് ചെയ്ത് കസ്റ്റമർ റിവ്യൂ കൂടെ നമുക്കൊന്ന് നോക്കിയാലേ കൃത്യം പറയാൻ സാധിക്കും.